ഹാർമോണിയം കണ്ടോ? എന്ത് രസമാണെന്ന് നോക്കി. അയാളുടെ അടുത്തുനിന്ന് ഹാർമോണിയം തട്ടിപ്പൊരിച്ച് വിൽക്കുവാണെങ്കിൽ ഒരുപാട് പണം നമുക്ക് ഉണ്ടാക്കാം. ശരിയാ, അദ്ദേഹം ഇങ്ങോട്ട് തന്നെ വന്നോണ്ടിരിക്കുന്ന. നോക്കൂ കൂട്ടറെ, ഈ വീട് എവിടെയാണെന്ന് ഞങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞു തന്നാല് ആദ്യം നിങ്ങൾ നേരെ പോണം, എന്നിട്ട് ഇടത്തേക്ക് തിരിയണം, പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് തിരിയണം, എന്നിട്ട് വലത്തേക്ക് പോണം, അവിടുന്ന് പടിഞ്ഞാറേക്ക് തിരിയണം. എങ്ങനെ പറഞ്ഞു തന്നാല് ഞാൻ എങ്ങനെ പോകും? ശരിക്ക് പറഞ്ഞു തന്നാൽ നന്നായേനെ. അതെ, ഹാർമോണിയം ഞാൻ തട്ടിപ്പറിക്കും. എന്റെ ഹാർമോണിയം വിടു നിങ്ങൾ. ഞാൻ നിങ്ങളുടെ അടുത്തൊരു അഡ്രസ് ചോദിച്ചോ. എന്റെ പോലീസേ, ഒന്ന് ഓടി വരൂ, ഞാൻ എന്റെ ഹാർമോണിയം എടുക്കുന്നു. വിടറോ? ആ ഹാർമോണിയം വിട്ടേക്ക്. കുട്ടി, മര്യാദക്ക് ഇവിടുന്ന് പോയിക്കോ. എന്നെ കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. പറകോട്ട് നോക്ക പോണേ. എന്നെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കോ. എന്നെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കോ. നാണ് കറങ്ങണല്ലോ. എന്റെ ഹാർമോണിയം. ശിവ ശിവ ശിവ. നമസ്കാരമുണ്ട്. ഗുരുജി, നിങ്ങള് പറഞ്ഞ വിവരം എന്നോട് പറഞ്ഞില്ലല്ലോ. എന്നോട് ഒരു വാക്ക് നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ സ്റ്റേഷനിൽ വന്ന് കൂട്ടിക്കൊണ്ട് വരുമായിരുന്നല്ലോ. ഗുരുജി, ഈ മോനുണ്ടല്ലോ ശിവ, ഈ മോനൊരു മിടുക്കനാണ്. ഗുണ്ടകളുടെ അടുത്ത് നിന്നും എന്നെ രക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്നു. ഈ ശിവ നേരത്തെ തന്നെ ബ്രേവ് ആണ്. ശിവ, ഇത് ഇദ്ദേഹത്തിന്റെ മ്യൂസിക് ടീച്ചറാണ്. ഇദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന് പാട്ടൊക്കെ കേട്ടിട്ട് പോവോ? ഇല്ല, വേണ്ട ആന്റി, എനിക്ക് ഒരുപാട് പണിയുണ്ട്, അതുകൊണ്ട് വേഗം പോണം. ബൈ ബൈ അങ്കിൾ. ബൈ ബൈ ഗുരുജി. ഗുരുജി, താങ്കൾ വിശ്രമിക്കൂ, ഞാൻ ചെന്ന് ആഹാരം ഉണ്ടാക്കട്ടെ. എനിക്ക് വേഗം ചെന്ന് ആഹാരം ഉണ്ടാക്ക്. ഞാൻ ഉടനെ മുകളിൽ പോയിട്ട് പാട്ട് പാടി പ്രാക്ടീസ് ഒന്ന് ചെയ്യട്ടെ. മുത്തശ്ശിനത് എന്ത് പറ്റി? പാട്ട് പാടാൻ തുടങ്ങിയില്ല. അതിനു മുമ്പ് മുത്തശ്ശിന് രാഗം തെറ്റി പോവാണല്ലോ. എനിക്ക് വല്ലാത്ത അതിശയം തോന്നുന്നു. ഒന്നും കൂടെ ട്രൈ ചെയ്യാം. ഇത് എന്റെ ശബ്ദമല്ല, വേറെ ആരുടേതാ.
ഞാൻ ഇവിടെ ഉള്ളപ്പോ വേദ സിറ്റിയിൽ വേറൊരു സിംഗറോ അവന് നേരിട്ടേ മതിയാവൂ. നീ ആരാ? മുത്തശ്ശ, അപ്പുറത്തെ വീട്ടിലെ അങ്കിളുടെ മ്യൂസിക് ടീച്ചറാണ് അത്. ടീച്ചറോ ആയിക്കോട്ടെ, എനിക്കെന്താ? എന്റെ ഈ അതിർത്തിയിൽ പാടുവാനുള്ള ധൈര്യം ആര് കൊടുത്തു? ഞാനൊരു പ്രശസ്തനായവൻ. എന്റെ പാട്ട് കേട്ട് ആരും കുറ്റം പറയില്ല. എന്റെ പാട്ടിനെ വെല്ലാനൊരുത്തനും വന്നിട്ടില്ല. ഞാനാണ് സംഗീത ഗുരു മുരളീധര സ്വാമിനാഥന് ശ്രീ. ഇവിടെ ഞാൻ ജീവനോടുള്ളപ്പോൾ സ്വാമിജി വേറൊരു ടീച്ചറെ വെച്ചെന്നോ? ഞാനേ ഗുരുവിന്റെ ഗുരുന്ന് പറഞ്ഞു. നീ ഒന്ന് മിണ്ടാതിരിക്കെ, ഞാൻ പാടിത്തരാം. രാഗവും താളവും ഞാൻ പറഞ്ഞു തരാം. ഈ സുഹൃത് എവിടുന്നാണ് വരണത്? ഓ സരിഗമ. നീയും ഒരു സിംഗർ, ബിഗ് ജോക്ക്. അയ്യോ, ഈ പാട്ട് എന്റെ ആരാ പഠിപ്പിച്ചു തന്നത്? ശിവയുടെ മുത്തശ്ശ, ഒന്ന് താഴെ നോക്ക്, ഇങ്ങോട്ട് വരാൻ. സ്വാമി അങ്കിൾ, ആ കയറിയൂ, വേഗം ആവട്ടെ. സ്വരത്തിന്റെ മാസ്റ്റർ, ആദ്യം ശ്രുതി ശരിയാക്ക്, എന്നിട്ട് പാടാൻ തുടങ്ങ്. തനിക്ക് തന്റെ പാട്ടിൽ ഭയങ്കര അഹങ്കാരമുണ്ട്. ഇന്ന് താനും ഞാനും ഭയങ്കര ഒരു മത്സരമുണ്ട്. സംഗീതത്തിന്റെ വലിയൊരു മത്സരം. ഞാൻ എന്റെ പാട്ടിന് നിങ്ങളെ വെല്ലുവിളി കൊന്നു. എന്റെ പാട്ട് കേട്ട് മരങ്ങൾ താഴെ വീഴുമല്ലോ. ഓ ശരി, ഞാനും അതിന് തയ്യാറാണ്. പാട്ടിന്റെ പെരുമഴയായിരിക്കും, മിന്നൽ പിണര് പോലെയായിരിക്കും. ഇന്ന് വൈകുന്നേരം മത്സരത്തിന് തയ്യാറായിരിക്കും. നമുക്ക് കാണാളോ. ഇന്ന് മത്സരം അതിനു തയ്യാറായി. ഒരു പുലിയാണല്ലോ, ഈ മത്സരത്തിൽ ജയിക്കണമല്ലോ. എന്തെങ്കിലും കള്ളത്തരം ചെയ്തേ പറ്റൂ. ഈ ഒരു ഗുളികയെടുത്ത് ആ ചായയിലെറിയാം. ഇനി അദ്ദേഹം പാടൂലല്ലോ. എന്റെ തൊണ്ടയ്ക്ക് എന്ത് പറ്റി? നോക്ക്, എന്റെ തൊണ്ടയ്ക്ക് എന്താ പറ്റിയെന്ന് നോക്ക്. നിങ്ങളുടെ സ്വരത്തിന് എന്താ സംഭവിച്ചേ? അത് തന്നെയാ ഞാനും ചോദിക്കുന്നേ. എന്റെ സുന്ദര ശബ്ദത്തിന് എന്ത് പറ്റി? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. മുത്തശ്ശൻ കുടിക്കുന്ന ചായയിൽ എന്തോ കലർത്തിയിട്ടുണ്ട്. ദാ ഇത് കണ്ടില്ലേ? അപ്പൊ നീയാണ് ഇതിൽ ഗുളിക കലർത്തിയതല്ലേ? ഇല്ല, ഇത് കണ്ടില്ലേ മുത്തശ്ശി? മുത്തശ്ശനെ വെറുതെ കുറ്റം പറയുന്നേ. ഭീം സിംഗ് അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. നിങ്ങൾ എന്തുവാ ഇങ്ങനെയൊക്കെ പറയുന്നേ? അപ്പൊ ഇത് അവന്റെ പണിയായിരിക്കും. മത്സരത്തിൽ അവന് ജയിക്കാൻ വേണ്ടി ചെയ്തത്. അതിനു വേണ്ടിയിട്ടായിരിക്കും ഈ ഗുളിക എനിക്ക് തന്നത്. അതിനൊരൊറ്റ ചികിത്സയേ ഉള്ളൂ. ഒരു ചികിത്സയെന്നോ? അത് എന്താണ്? സ്വരപുഷ്പത്തിന്റെ ജ്യൂസ്. ഈ സ്വരപുഷ്പം അങ്ങ് ദൂരെ തടാകത്തിൽ മാത്രമേ കാണുകയുള്ളൂ, ആ കാട്ടിൽ. പക്ഷെ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ശിവ, നീ ആ സ്വരപുഷ്പം കൊണ്ടുവരണം. ഓക്കെ മുത്തശ്ശ.
ഞാനിതാ പോവാണ്. തീർച്ചയായും ആ പൂക്കളുമായി വരാം. ശിവ, ഇന്ന് വരെ ഈ കാട്ടിലെ നദിയോ കുളമോ ഒന്നും ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ. ശരി അയ്യോടി, ഇതുവരെ ഈ കാട്ടിൽ നദിയോ അല്ലെങ്കിൽ കുളമോ കണ്ടിട്ടില്ല. എന്നാലും മൃഗങ്ങളൊക്കെ ജീവിക്കുന്നു. അപ്പോൾ ഈ വെള്ളം എവിടെയെങ്കിലും ചില ഗുഹയുടെ അകത്ത് കാണാൻ സാധ്യതയുണ്ട്.